നാടൻ പശുക്കളുടെ സംരക്ഷണം ഏറ്റെടുത്ത പത്തനംതിട്ടയിലെ അമൃത ഗോശാലയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ നാടൻ പശുക്കളുടെ സംരക്ഷകൻ എന്ന അവാർഡ് നേടിയ കൊഴഞ്ചേരി പുല്ലാട് കുറവൻകുഴിയിൽ അജയൻ വല്യൂഴമാണ് ഗോശാലയുടെ ഉടമസ്ഥൻ. അറവുശാലയിലേക്ക് കൊണ്ടുപോയ പശുവിനെ പറഞ്ഞ തുക കൊടുത്തു വാങ്ങിയാണ് അജയൻ അതിനെ തന്റെ ഗോശാലയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രവാസ ജീവിതത്തിന് ശേഷം ഇത്തരത്തിൽ നിരവധി പശുക്കളുടെ പരിപാലനവും സംരക്ഷണവും ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന അജയൻ തന്റെ പ്രവർത്തന മികവിന് സംസ്ഥാന സർക്കാരിന്റെ നാടൻ പശു സംരക്ഷകൻ അവാർഡ് നേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഗോകുൽ മിഷൻ എന്ന ബൃഹത് പദ്ധതി ആദ്യമായി നടപ്പിലാക്കുന്ന കർഷകൻ കൂടിയാണ് താനെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ നാടൻ പശു സംരക്ഷണ കേന്ദ്രമാണ് അമൃതാര ഗോശാല ട്രസ്റ്റ്. പിന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, കേരള സർക്കാരിന്റെ 2 പ്രാവശ്യം ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ അവാർഡ് എനിക്ക് കിട്ടി. 2015 സസ്യലതാദികളെ സംരക്ഷിക്കുന്നതിനും 2024 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ 2ാമത്തെ അവാർഡ് കിട്ടി. അത് നാടൻ പശു സംരക്ഷകൻ എന്നുള്ള അവാർഡാണ് എനിക്ക് ലഭിച്ചത്. ഈ നാടൻ പശു സംരക്ഷണത്തിനോടൊപ്പം തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഗോകുൽ മിഷന്റെ കീഴില് ഇൻഡിജിനിയസ് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോജക്ട്, നാടൻ പശു വംശവർദ്ധനം, അത് 2023 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ പ്രൊജക്ട് കൊണ്ടുവരികയും ആദ്യത്തെ ബാച്ച് എന്ന് പറയുമ്പോൾ 12 പ്രോജക്റ്റാണ്. ആ 12 പ്രോജക്റ്റില് ഒരു പ്രോജക്റ്റാണ് എനിക്ക് ലഭിച്ചത്. അത് കേരളത്തിലെ ആദ്യത്തെ പ്രോജക്റ്റുമാണ്. ഓൾ ഇന്ത്യ ലെവലിൽ 12 പ്രോജക്റ്റ് അവാർഡ് ചെയ്തതിൽ ആദ്യത്തെ പ്രോജക്റ്റ് എനിക്ക് ലഭിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലെ പലതരം കന്നുകാലികളെയും അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്. ജൈവവൈവിധ്യ ബോർഡിന്റെ 2 അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി. ഗോകുൽ മിഷൻ പദ്ധതിക്കു വേണ്ടി വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. നാടൻ പശുക്കൾക്കൊപ്പം അപൂർവ ഇനത്തിൽപ്പെട്ട പശുക്കളും ഉൾപ്പെടുന്ന അമൃത ഗോശാല ജൈവവൈവിധ്യ ബോർഡിന്റെ ഫാം സ്കൂളായും പ്രവർത്തിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.